നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനിരുദ്ധന്റെ മോളെ ചതിക്കാൻ ആരെങ്കിലും നോക്കിയെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. നോക്ക്, കാര്യമൊക്കെ ശരിയെന്നെ. ഇനി ആ സാധനത്തിനെ ഈ വീട്ടിലേക്ക് മാത്രം കൊണ്ട് നിർത്തരുത്. നമ്മളെ വിളിച്ചാലും അവൾ ഇനി ഇവിടേക്ക് വരില്ല. ഏട്ടൻ അവളെ കൊണ്ടുവന്ന് നിർത്തുകയില്ല. എന്നാ എല്ലാവർക്കും കൊള്ളാം. മനുഷ്യനെ അല്പം സമാധാനം വേണം. ഈ കണക്കിന് അഭിയും ഭാമയും കുഞ്ഞും വീട്ടിലേക്ക് വന്ന പ്രതാപേട്ടന് ഒട്ടും സമാധാനം കിട്ടില്ലല്ലോ. അത് സമാധാനക്കേടല്ല അമ്പേ, ഐശ്വര്യ. പേരക്കുഞ്ഞിന്റെ ഒച്ചയും കളിയും ചിരിയൊക്കെ കേൾക്കാനും ഒരു ഭാഗ്യം വേണം. എന്നാലേ ഞാൻ അക്കാര്യം പറയാനാ ഇപ്പൊ വന്നേ. മനസ്സിലായില്ല? നമുക്ക് നമ്മുടെ മക്കളെയും മരുമക്കളെയും കുഞ്ഞുമോളെയും ഇവിടേക്ക് കൊണ്ടുവന്നാലോ? നീ എന്താ കളിയൊക്കെയാണോ? അല്ല പ്രതാപേട്ടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇത് നിന്റെ പുതിയ അടവാണല്ലേ? അല്ല പ്രതാപേട്ടാ, ദേ ഞാൻ പറഞ്ഞില്ലേ, ഏട്ടനാ ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞത്. വന്നതും പോയതും ഒക്കെ പോട്ടെ, ഇനിയെങ്കിലും മക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനാ ഏട്ടൻ പറഞ്ഞത്. എനിക്കിതെന്തോ വിശ്വസിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ചും നിന്റെ ഏട്ടൻ പറഞ്ഞെന്ന് നീ പറഞ്ഞുകൊണ്ട്. നമ്മുടെ മക്കള് സത്യമായിട്ടും ഏട്ടന്റെ ഇക്കാര്യം എന്നോട് പറഞ്ഞത്. എന്ന ഉറപ്പായിട്ടും എന്തെങ്കിലും തരികട നിന്റെ ഏട്ടൻ മനസ്സിൽ കണ്ടു കാണും. അല്ലെങ്കിലും നല്ലത് പറഞ്ഞാലും പ്രതാപേട്ടൻ അതിനെ തല തിരിച്ചേ കാണൂ. അതെ, ഇതുവരെ നല്ലതൊന്നും നിങ്ങൾ രണ്ടാളും ചെയ്തിട്ടില്ലല്ലോ. പ്രതാപേട്ട, ഞാൻ വളരെ കാര്യമായിട്ടാ പറഞ്ഞത്. നാളെ തന്നെ നമ്മൾ രണ്ടാളും പോയി നമ്മുടെ മക്കളെ മരുമക്കളെ കൂട്ടിക്കൊണ്ടുവരണം. ഇപ്പൊ അവർക്കുള്ള സന്തോഷം കൂടി നീയായിട്ടില്ലാതാക്കണോ? ഇല്ല പ്രതാപേട്ട, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. എനിക്ക് നമ്മുടെ കുഞ്ഞുമോളെ കാണാൻ കൊതിയായി. അതിന് നീ ഇടയ്ക്ക് പോയി കുഞ്ഞിനെ കണ്ടതല്ലേ, പിന്നെന്താ? അങ്ങനല്ല, അത് ഞാൻ ഭാമയെ കാണാൻ വേണ്ടി പോയതല്ലേ. ഇനി അവര് സ്ഥിരമായിട്ട് ഇവിടെ വേണം.